وَنَجِّنَا بِرَحْمَتِكَ مِنَ الْقَوْمِ الْكَافِرِينَ. നിന്റെ കാരുണ്യത്താൽ ഞങ്ങളെ സത്യനിഷേധികളായ ജനത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. وَأَوْحَيْنَا إِلَى مُوسَى وَأَخِيهِ أَن تَبَوَّآ لِقَوْمِكُمَا بِمِصْرَ بُيُوتًا وَاجْعَلُوا بُيُوتَكُمْ قِبْلَةً وَأَقِيمُوا الصَّلَاةَ وَبَشِّرِ الْمُؤْمِنِينَ. മൂസാക്കും അദ്ദേഹത്തിന്റെ സഹോദരനും നാം വെളിപാട് നൽകി. മിസ്റിൽ സ്വന്തം ജനത്തിനായി ചില മന്ദിരങ്ങൾ ഒരുക്കുക. ആ മന്ദിരങ്ങളെ കിബിലയായി നിശ്ചയിച്ച് നമസ്കാരം നിലനിർത്തുക. വിശ്വാസികളെ ശുഭവാർത്ത അറിയിക്കുകയും ചെയ്യുക. ഈ ആയത്തിന്റെ ഉദ്ദേശ്യത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ അഭിപ്രായാന്തരമുണ്ട്. ആയത്തിന്റെ വാക്കുകളും പശ്ചാത്തലവും പരിഗണിക്കുമ്പോൾ മനസ്സിലാകുന്ന ആശയം ഇതാണ്: ഈജിപ്ഷ്യൻ ഭരണകൂടത്തിന്റെ മുഷ്കും ഇസ്രായേല്യരുടെ തന്നെ വിശ്വാസ ദൗർബല്യവും കാരണം ഈജിപ്തിലെ ഇസ്രായേൽ വംശജരായ മുസ്ലിങ്ങളിൽ നിന്ന് സംഘടിത നമസ്കാരത്തിന്റെ സമ്പ്രദായം മാഞ്ഞുപോയിരുന്നു. അണികൾ ശിഥിലീകരിക്കപ്പെടാനും അവരിൽ ദീനിന്റെ ആത്മാവ് മരവിച്ചു പോകാനും വലിയ ഒരളവോളം കാരണമായി തീർന്നത് അതുതന്നെയായിരുന്നു. അതിനാൽ പ്രസ്തുത സമ്പ്രദായം പുനഃസ്ഥാപിക്കാനും അതിനുവേണ്ടി ഈജിപ്തിൽ ചില പ്രത്യേക മന്ദിരങ്ങൾ നിർമ്മിക്കാനും അവിടെ സംഘടിത നമസ്കാരം ഏർപ്പെടുത്താനും മൂസാ നബിയോട് കൽപ്പിച്ചു. വഴിതെറ്റിപ്പോയ മുസ്ലിം സമൂഹത്തിൽ ദീനീ ചൈതന്യം പുനരുജ്ജീവിപ്പിക്കുകയും ശിഥിലമായിപ്പോയ ശക്തികൾ വീണ്ടും കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഉദ്ദേശ്യം. ഈ ലക്ഷ്യം മുൻനിർത്തിയുള്ള ഇസ്ലാമിക യത്നത്തിന്റെ പ്രഥമ കാൽവെപ്പ് അനിവാര്യമായും സംഘടിത നമസ്കാര സമ്പ്രദായം പുനഃസ്ഥാപിക്കുക എന്നതു തന്നെയായിരിക്കണം. ആ മന്ദിരങ്ങളെ കിബിലയാക്കുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം എന്റെ അഭിപ്രായത്തിൽ ഇതാണ്: ആ മന്ദിരങ്ങളെ ജനങ്ങളുടെയെല്ലാം അവലംബ കേന്ദ്രമായി നിശ്ചയിക്കണം. തൊട്ടുടനെ നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്: ഓരോരുത്തരും തങ്ങളുടെ സ്ഥലങ്ങളിൽ വെച്ച് വെവ്വേറെ നമസ്കരിക്കുന്നതിനു പകരം നിർണിത സ്ഥലങ്ങളിൽ ഒരുമിച്ചുകൂടി നമസ്കാരം നിർവഹിക്കണം. കാരണം ഖുർആന്റെ സാങ്കേതിക ഭാഷയിൽ ഇഖാമത്തു സ്വലാത്ത് എന്ന് പറയുന്നതിന്റെ താൽപര്യത്തിൽ അനിവാര്യമായും അതിന്റെ സംഘടിത രീതിയും ഉൾപ്പെടുന്നുണ്ട്. ശുഭവാർത്ത അറിയിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശ്യം വിശ്വാസികളെ ഗ്രസിച്ച നിരാശയും ഭീതിയും അപകർഷതാബോധവും ദൂരീകരിക്കുക, അവരെ പ്രതീക്ഷാ നിർഭരരാക്കുക, അവർക്ക് മനക്കരുത്തുണ്ടാക്കുക, ധൈര്യമേകുക എന്നൊക്കെയാണ്. وقال موسى ربنا إنك آتيت فرعون وملأه زينة وأموالا في الحياة الدنيا ربنا ليضلوا عن سبيلك ربنا اطمس على أموالهم واشدد على قلوبهم فلا يؤمنوا حتى يروا العذاب الأليم. മൂസ പ്രാർത്ഥിച്ചു: ഞങ്ങളുടെ നാഥ, ഫിർഔനും അയാളുടെ പ്രമാണിമാർക്കും നീ ഭൗതിക ജീവിതത്തിൽ ആർഭാടവും സമ്പത്തും പ്രദാനം ചെയ്തിരിക്കുന്നു. നാഥ, അവർ ജനത്തെ നിന്റെ മാർഗത്തിൽ നിന്ന് പിഴപ്പിക്കുന്നതിനു വേണ്ടിയാണോ ഇത്? നാഥ, അവരുടെ സമ്പത്ത് നശിപ്പിച്ചു കളയണമേ. നോവുന്ന ശിക്ഷ കാണും വരെ വിശ്വസിക്കാതിരിക്കും വണ്ണം അവരുടെ ഹൃദയങ്ങൾ കടുപ്പിക്കണമേ. ഇവിടെ കേൾപ്പിച്ച സൂക്തങ്ങൾ മൂസാ നബിയുടെ ദൌത്യത്തിന്റെ പ്രാരംഭകാലവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ പ്രാർത്ഥന ഈജിപ്ഷ്യൻ ജീവിതത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തോടാണ് ബന്ധപ്പെടുന്നത്. ഇവയ്ക്കിടയിൽ അനവധി വർഷങ്ങളുടെ ദൈർഘ്യമുണ്ട്. ആ ഭാഗം ഇവിടെ അവഗണിച്ചിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ മറ്റിടങ്ങളിൽ ആ കാലഘട്ടത്തിന്റെ വിശദമായ വിവരണം വന്നിട്ടുണ്ട്. ഫിർഔന്റെയും അനുയായികളുടെയും ആർഭാടത്തിലും സമ്പന്നതയിലും മൂസാ നബി അലൈഹിസ്സലാം വേവലാതിപ്പെടുന്നതിന്റെ കാരണം ഇതാണ്: അവരുടെ സുഖ ആഡംബരങ്ങളും സംസ്കാര നാഗരികതകളും കണ്ട് ലോകർ അവരിലും അവരുടെ ചെയ്തികളിലും ആകൃഷ്ടരായേക്കാം. അവരെപ്പോലെ ആയിരുന്നെങ്കിലെന്ന് ഓരോ വ്യക്തിയും ആഗ്രഹിക്കുകയും ചെയ്തേക്കാം. സാധന സാമഗ്രികളുടെ ആധിക്യം നിമിത്തം അവരുടെ എല്ലാ പരിപാടികളും പ്രാവർത്തികമാക്കാൻ നിഷ്പ്രയാസം സാധിക്കുന്നു. സത്യത്തിന്റെ വാഹകർക്ക് അവയുടെ അഭാവം കാരണം തങ്ങളുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. നാം വ്യക്തമാക്കിയ പോലെ മൂസാ നബിയുടെ ഈജിപ്ത് വാസത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഈ പ്രാർത്ഥന. ദൃഷ്ടാന്തങ്ങൾ അടിക്കടി കാണിക്കപ്പെടുകയും
ദീനിന്റെ സത്യസമ്പൂർണതയ്ക്ക് ആവശ്യമായ അത്ര തെളിവുകൾ നൽകപ്പെടുകയും ചെയ്ത ശേഷവും ഫിർഔനും അനുയായികളും സത്യത്തിന്റെ ശത്രുക്കളായി അധർമ്മത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഈ സന്ദർഭത്തിൽ പ്രവാചകന്മാരുടെ ശാപപ്രാർത്ഥന കുഫ്രിൽ ഷഠിച്ചു നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ തീരുമാനം എന്താണോ അതുതന്നെയായിരിക്കും. അതായത് പിന്നീട് അവർക്ക് സന്മാർഗം സ്വീകരിക്കാനുള്ള തൗഫീക്ക് ലഭിക്കാതിരിക്കുക എന്നതുതന്നെ. قال قد أجيبت دعوتكما فاستقيما ولا تتبعان سبيل الذين لا يعلمون. അല്ലാഹു മറുപടി അരുളി, നിങ്ങൾ ഇരുവരുടെയും പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. സ്ഥൈര്യത്തോടെ നിലകൊള്ളുവിൻ. അറിവില്ലാത്തവരുടെ മാർഗം അശേഷം പിന്തുടരാതിരിക്കുവിൻ. അസത്യത്തിനെതിരെ സത്യത്തിന്റെ ബലഹീനതയും സത്യത്തിന്റെ സംസ്ഥാപനത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരുടെ നിരന്തര പരാജയവും അസത്യത്തിന്റെ കൊടിവാഹകരുടെ സുഖ സൗകര്യങ്ങളും കാണുമ്പോൾ സത്യനിഷേധികൾ അനുമാനിക്കുന്നു, അല്ലാഹുവിന്റെ അക്രമികളായ അടിമകൾ ഭൂമിയിൽ വിഹരിക്കുന്നതാണ് അവൻ തന്നെയും ഇഷ്ടപ്പെടുന്നത്. അസത്യത്തിനെതിരിൽ സ്വയം പ്രബലമാകാൻ സത്യം തന്നെ ആഗ്രഹിക്കുന്നില്ല. സത്യത്തിന്റെ സംസ്ഥാപനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അപ്രായോഗികമാണെന്നവർ കരുതുന്നു. കുഫറിന്റെയും അധർമ്മത്തിന്റെയും ഭരണകൂടങ്ങൾ കനിഞ്ഞരുളിയ മതാനുഷ്ഠാന സ്വാതന്ത്ര്യത്തിൽ സംതൃപ്തരാവുകയാണ് ഇക്കാലത്ത് ഉചിതമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. മൂസാ നബിയും അനുയായികളും ഇത്തരം അബദ്ധങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഈ ആയത്തിൽ ഗൗരവകരമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. ഈ ദൈവിക നിർദ്ദേശത്തിന്റെ താൽപര്യം ഇതാണ്: ഏത് പ്രതികൂല പരിതസ്ഥിതിയിലും ക്ഷമാപൂർവം പ്രവർത്തനം തുടരുക തന്നെ വേണം. പ്രതികൂല സാഹചര്യങ്ങളിൽ അജ്ഞരും വിഡ്ഢികളുമായ ആളുകളെപ്പോലെ തെറ്റായ നിഗമനങ്ങളിൽ അകപ്പെട്ടു പോകരുത്. وجاوزنا ببني إسرائيل البحر فأتبعهم فرعون وجنوده بغيا وعدوا حتى إذا أدركه الغرق قال آمنت أنه لا إله إلا الذي آمنت به بنو إسرائيل وأنا من المسلمين. ഇസ്രായേൽ വംശത്തെ നാം കടൽ കടത്തിക്കൊണ്ടുപോയി. അപ്പോൾ ഫിർഔനും സൈന്യവും ആക്രമിക്കാനും ദ്രോഹിക്കാനുമായി അവരെ പിന്തുടർന്നു. അങ്ങനെ ഫിർഔൻ മുങ്ങിത്തുടങ്ങിയപ്പോൾ നിലവിളിച്ചു, ഇസ്രായേൽ വംശം വിശ്വസിച്ചിട്ടുള്ള അല്ലാഹുവല്ലാതെ വേറെ ദൈവമില്ലെന്ന് ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. ഞാൻ ആ ദൈവത്തെ അനുസരിക്കുന്നവരിൽപ്പെട്ടവനുമാകുന്നു. ബൈബിളിൽ ഫിർഔൻ അന്ത്യനിമിഷത്തിൽ വിശ്വസിച്ചതിനെപ്പറ്റി ഒരു പരാമർശവുമില്ല. പക്ഷേ മുങ്ങുന്ന സന്ദർഭത്തിൽ ഫിർഔൻ പറഞ്ഞതായി തൽമൂദിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാനിതാ നിന്നിൽ വിശ്വസിക്കുന്നു. ഓ ദൈവമേ, നീയല്ലാതെ മറ്റൊരു ദൈവമില്ല. الآن وقد عصيت قبل وكنت من المفسدين. ഉത്തരം ലഭിച്ചു: ഇപ്പോഴാണോ വിശ്വസിക്കുന്നത്? ഇതുവരെ നീ ധിക്കരിച്ചു, നീ നാശകാരികളിൽപ്പെട്ടവനുമായിരുന്നു. فاليوم ننجيك ببدنك لتكون لمن خلفك آية وإن كثيرا من الناس عن آياتنا لغافلون. ഇന്ന് നിന്റെ ജഡം മാത്രം നാം രക്ഷപ്പെടുത്തും, പിൻതലമുറകൾക്ക് നീ ദൃഷ്ടാന്തമാകേണ്ടതിന്. അധിക ജനവും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ബോധമില്ലാത്തവരാണെങ്കിലും. ഫിർഔന്റെ ജഡം മുങ്ങിക്കിടക്കുന്നതായി കണ്ടെത്തിയ സ്ഥലം സീന അർദ്ധദ്വീപിന്റെ പടിഞ്ഞാറേക്കരയിൽ ഫിർഔൻ പർവ്വതം എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു. അതിനടുത്ത് ചൂടുവെള്ളമുള്ള ഒരു ഉറവിടമുണ്ട്. തദ്ദേശീയർ ഇതിനെ ഫിർഔന്റെ കുളിപ്പുര എന്നാണ് വിളിക്കാറുള്ളത്. അബൂ സനീമയ്ക്ക് അല്പം മുകളിലായി വടക്കുഭാഗത്താണ് ഇതിന്റെ സ്ഥാനം. ഫിർഔന്റെ ജഡം ഇവിടെ നിന്നാണ് കണ്ടുകിട്ടിയതെന്ന് സ്ഥലവാസികൾ പറയുന്നു. മൂസാ നബിയുടെ കാലത്ത് മുങ്ങിമരിച്ച ഫിർഔൻ മൻഫത്ത തന്നെയായിരുന്നുവെന്ന് ആധുനിക ഗവേഷണങ്ങൾ കൊണ്ട് തെളിയുകയാണെങ്കിൽ ആ ജഡം ഇന്നും കൈറോ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 1908
സർ ഗ്രാഫ്റ്റൺ എലിയറ്റ് സ്മിത്ത് ഈ മമ്മിയുടെ വസ്ത്രാവശിഷ്ടങ്ങൾ പരിശോധിച്ചപ്പോൾ ഉപ്പുവെള്ളത്തിൽ മുങ്ങിമരിച്ചതിന്റെ പ്രത്യക്ഷ അടയാളമായ ഉപ്പിന്റെ ഒരാവരണം അതിൽ കാണപ്പെട്ടിരുന്നു. ഏറ്റവും വലിയ പാഠം പഠിപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും കണ്ണ് തുറക്കാതിരിക്കുക എന്നതാണ് അധിക ജനങ്ങളുടെയും അവസ്ഥ. എങ്കിലും ദൃഷ്ടാന്തങ്ങളും പാഠങ്ങളും നിറഞ്ഞ അടയാളങ്ങൾ അള്ളാഹു കാണിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യുമെന്നാണ് അധിക ജനവും എന്ന് തുടങ്ങുന്ന വാക്യത്തിന്റെ സാരം. وَلَقَدْ بَوَّأْنَا بَنِي إِسْرَائِيلَ مُبَوَّأَ صِدْقٍ وَرَزَقْنَاهُم مِّنَ الطَّيِّبَاتِ فَمَا اخْتَلَفُوا حَتَّى جَاءَهُمُ الْعِلْمُ إِنَّ رَبَّكَ يَقْضِي بَيْنَهُمْ يَوْمَ الْقِيَامَةِ فِيمَا كَانُوا فِيهِ يَخْتَلِفُونَ. നാം ഇസ്രായേൽ വംശത്തിന് അതിവിശിഷ്ടമായ പാർപ്പിടമൊരുക്കിക്കൊടുത്തു. ഉത്തമമായ ജീവിതോപാധികളും അവർക്ക് നൽകി. ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞതിനു ശേഷമല്ലാതെ അവർ ഭിന്നിച്ചിട്ടില്ല. നിശ്ചയം അവർ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്റെ നാഥൻ പുനരുത്ഥാന നാളിൽ തീർപ്പു കൽപ്പിക്കുന്നതാകുന്നു. ഇവിടെ പാർപ്പിടം കൊണ്ടുദ്ദേശിക്കുന്നത് ഈജിപ്തിൽ നിന്ന് പുറത്തു പോന്ന ശേഷം അവർ എത്തിച്ചേർന്ന ഫലസ്തീൻ പ്രദേശമാണ്. പിൽക്കാലത്ത് അവർ മതത്തിൽ പലവിധ ഭിന്നിപ്പുകൾ സൃഷ്ടിച്ചതും പുതിയ പുതിയ മതങ്ങൾക്ക് രൂപം നൽകിയതും ഒക്കെ യാഥാർത്ഥ്യജ്ഞാനം ലഭിക്കാത്തതുകൊണ്ടായിരുന്നില്ല. അങ്ങനെയെല്ലാം പ്രവർത്തിക്കാൻ നിർബന്ധിതരായതുമല്ല. അവരുടെ ദുർവിചാരത്തിന്റെയും കുബുദ്ധിയുടെയും അനന്തരഫലമായിരുന്നു അതെല്ലാം. സത്യദീൻ ഇന്നതാണ്, ഇന്നതെല്ലാം അതിന്റെ അടിസ്ഥാനങ്ങളാണ്. അതിന്റെ നേട്ടങ്ങളും താൽപര്യങ്ങളും ഇന്നതാണ്. ഇന്ന കാര്യങ്ങൾ ഇസ്ലാമിനെയും കുഫറിനെയും വേർതിരിക്കുന്ന അതിർവരമ്പുകളാണ്. അനുസരണമെന്ന് പറയുന്നത് ഇന്നതിനാണ്. ധിക്കാരം ഇന്നതിന്റെ പേരാണ്. ഇന്ന കാര്യങ്ങളും അള്ളാഹുവിന്റെ സന്നിധിയിൽ വിചാരണ ചെയ്യപ്പെടും. ഇഹലോകത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ അടിത്തറകളായിരിക്കുന്നത് ഇന്നതാണ് എന്നീ കാര്യങ്ങളെല്ലാം അള്ളാഹു വളരെ വ്യക്തമായി തന്നെ വിവരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്പഷ്ടമായ ഈ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും അവർ തങ്ങളുടെ ഏകമതത്തെ നിരവധി മതങ്ങളാക്കി മാറ്റി. ദൈവം നൽകിയ അടിത്തറകൾ വലിച്ചെറിഞ്ഞ് മറ്റു ചില അടിത്തറകളിൽ മതസിദ്ധാന്തങ്ങൾ കെട്ടിപ്പടുക്കുകയും ചെയ്തു. فَإِن كُنتَ فِي شَكٍّ مِّمَّا أَنزَلْنَا إِلَيْكَ فَاسْأَلِ الَّذِينَ يَقْرَؤُونَ الْكِتَابَ مِن قَبْلِكَ لَقَدْ جَاءَكَ الْحَقُّ مِن رَّبِّكَ فَلَا تَكُونَنَّ مِنَ الْمُمْتَرِينَ. നാം താങ്കൾക്ക് അവതരിപ്പിച്ച ഈ മാർഗദർശനത്തിൽ വല്ല സന്ദേഹവുമുണ്ടെങ്കിൽ നിനക്ക് മുൻപേ വേദപാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് ചോദിച്ചു നോക്കുക. വാസ്തവത്തിൽ ഇത് നിന്റെ റബ്ബിങ്കൽ നിന്ന് വന്നു കിട്ടിയ സത്യം മാത്രമാകുന്നു. അതിനാൽ നീ സംശയാലുക്കളിൽ പെട്ടുപോകരുത്. وَلَا تَكُونَنَّ مِنَ الَّذِينَ كَذَّبُوا بِآيَاتِ اللَّهِ فَتَكُونَ مِنَ الْخَاسِرِينَ. ദൈവിക ദൃഷ്ടാന്തങ്ങളെ തള്ളിപ്പറയുന്നവരുടെ കൂട്ടത്തിലും ചേർന്നുകൂടാ. അങ്ങനെയായാൽ താങ്കൾ നഷ്ടം ഭവിച്ചവരുടെ കൂട്ടത്തിലാകും. ഇവിടെ സംബോധന നബിയോടാണെങ്കിലും യഥാർത്ഥ ലക്ഷ്യം അവിടുത്തെ പ്രബോധനത്തിൽ സംശയാലുക്കളായവരെ കേൾപ്പിക്കുകയാണ്. വേദപാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് ചോദിക്കുക എന്നു പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്. അറബികളായ സാധാരണക്കാർ അഭൗതിക ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് ഒന്നും അറിവില്ലാത്തവരായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം തികച്ചും പുതിയൊരു സ്വരമായിരുന്നു ഇത്. പക്ഷേ അഹ്ലുക്കിതാബിലെ മതനിഷ്ഠയും നീതിബോധവുമുള്ള പണ്ഡിതന്മാർ ഖുർആൻ പ്രബോധനം ചെയ്യുന്ന സന്ദേശങ്ങളെല്ലാം മുൻകഴിഞ്ഞ പ്രവാചകന്മാർ പ്രബോധനം ചെയ്തതു തന്നെയാണെന്ന് സമ്മതിക്കുമായിരുന്നു.